കേട്ടിട്ടിലെ മുൻ വർഷങ്ങളിലെ ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഷഹീൻഷാ അക്ബർ കിസ് ഡ്രാമേ കാ കിർദാർ ഹെ? അനാർക്കലി, ആഗ്ര ബാസാർ, പർദെ ഗഫ്ലത്ത്, ഇന്ദ്രസഭ. ഷഹീൻഷാ അക്ബർ ഏത് ഡ്രാമയിലെ കഥാപാത്രമാണ്? ഉത്തരം വരുന്നത് അനാർക്കലി. ഇംതിയാസ് അലി താജിൻ്റെ അനാർക്കലി എന്ന ഡ്രാമയിലെ കഥാപാത്രമാണ് ഷഹീൻഷാ അക്ബർ. അടുത്ത ചോദ്യം, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം की तारीफ में लिखी हुई नज़म है? പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയ കവിതകൾക്ക് പറയുന്ന പേര്? ദുആ, നാത്ത്, മൻഖിബത്ത്, ഖത്അ. ഉത്തരം വരുന്നത് നാത്ത്. പ്രവാചകനെക്കുറിച്ച് എഴുതിയ കവിതകൾക്ക് നാത്ത് എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ സ്തുതിച്ച് എഴുതുന്ന കവിതകളാണ് ഹംദ്. എഴുപത്തിമൂന്നാമത്തെ ചോദ്യം, ഒബാരെ ഖാത്തിർ കിസ് നവയത്ത് കി തസ്നീഫ് ഹെ? ഒബാരെ ഖാത്തിർ ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? ഖുത്തൂത്ത് ക മജ്മുഅ, ഖാക്കും ക മജ്മുഅ, മഖാലാത്ത്, മൽഫൂസാത്ത്. ഒബാറെ ഖാത്തിർ മൗലാന അബുൽ കലാം ആസാദിൻ്റെ കൃതിയാണ്. അത് ഖുത്തൂത്ത് ക മജ്മുഅ, കത്തുകളുടെ സമാഹാരമാണ്. 74ാമത്തെ ചോദ്യം, ഉറുദു ക പഹല ഷായർ മാനാ ജാता है? മീർ തഖി മീർ, വലിയ ഔറംഗാബാദി, അമീർ ഖുസ്രു, മുല്ല വജഹി. ഉറുദു ക പഹല ഷായർ അമീർ ഖുസ്രു. 75ാമത്തെ ചോദ്യം, നാവൽ ഉമറാവു ജാനദ का पस मंज़िर कौन सा शहर है? ഉമറാവു ജാനദ, ഈ നോവലിൻ്റെ മിർസ ഹാദി റുസ്വ എഴുതിയതാണ് ഉമറാവു ജാനദ. ഇത് ഏത് പട്ടണത്തിലെ പസ് മൻസിറിലാണ്, ഏത് പട്ടണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻസ്: കൽക്കത്ത, കാൺപൂർ, ലക്നൗ, ദഹ്ലി. ഉമറാവു ജാനദ ലക്നൗ ഷഹറിലുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയതാണ്. ഉത്തരം ലക്നൗ. അടുത്ത ചോദ്യം, അഞ്ജുമൻ പഞ്ചാബ് ലാഹോർ കിസ്നെ ഖായിം की? പ്രേംചന്ദ്, അൽതാഫ് ഹുസൈൻ ഹാലി, ജഗന്നാഥ് ആസാദ്, മുഹമ്മദ് ഹുസൈൻ ആസാദ്. അഞ്ജുമൻ പഞ്ചാബ് ലാഹോർ മുഹമ്മദ് ഹുസൈൻ ആസാദാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നടന്ന മുഷായറകളിലാണ് ആധുനിക നസ്മ്, ഉറുദുവിൽ ജദീദ് നസ്മിന് ഇബ്തിദ ഉണ്ടായത് അഞ്ജുമൻ പഞ്ചാബ് ലാഹോറിലാണ്. അവിടെയാണ് ഹാലിയൊക്കെ തൻ്റെ പ്രശസ്തമായ മസ്നവികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് അഞ്ജുമൻ പഞ്ചാബ് ലാഹോറിൻ്റെ മുഷായറയിലായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഹുസൈൻ ആസാദാണ് അത് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, കോൻ മുഗൾ ബാദ്ഷാ ഉറുദു കെ മഷൂർ ഷായർ थे? ഉറുദുവിലെ പ്രശസ്തനായ കവിയായ മുഗൾ രാജാവ് ആരാണ്? ബഹാദുർ ഷാ സഫർ, ഔറംഗസീബ്, ബാബർ ഷാ, ഷാജഹാൻ. ഉത്തരം വരുന്നത് ബഹാദുർ ഷാ സഫർ. അവസാന മുഗൾ ചക്രവർത്തിയായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹാദുർ ഷാ സഫർ ഉറുദു ക മഷൂർ ഷായർ ഹെ. അടുത്ത ചോദ്യം, ഇൻമേ റസ്മിയ മസ്നവി കോൻസി ഹെ? റസ്മിയ മസ്നവി ഏതാണ്? കദം റാവു, പദം റാവു, അലിനാമ, ഫൂൽബൻ, കുത്തുബ് മുഷ്തരി. നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് റസ്മിയ മസ്നവി എന്ന് പറയുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മസ്നവികളാണ് റസ്മിയ മസ്നവി. മറ്റ് ഇഷ്കിയ മൗസുകളൊക്കെ ചർച്ച ചെയ്യുന്നത് ബസ്മിയ മസ്നവിയിലായിരിക്കും. ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് കദം റാവു, പദം റാവു. കാരണം ഫഖ്റുദ്ദീൻ നിസാമി ബേദർ എഴുതിയ ഉറുദുവിലെ ആദ്യത്തെ മസ്നവിയാണ് കദം റാവു, പദം റാവു. അത് ഇഷ്കിയാണ്. രണ്ടാമത് അലിനാമ, അലിനാമ റസ്മിയ മസ്നവിയാണ്. പൂൽബൻ, കുത്തുബ് മുഷ്തരി, ഇതൊന്നും റസ്മിയ മസ്നവി അല്ല. ഉത്തരം വരുന്നത് അലിനാമയാണ്. പൂൽബൻ എഴുതിയത് ഇബ്നു നിഷാത്തിയാണ്. കുത്തുബ് മുഷ്തരി എഴുതിയത് മുല്ല വജഹിയാണ്. किसकी शायरी में मेले, त्यौहार और बरसात वगैरह का जिक्र ज़्यादा पाया जाता है? अकबर इलाहाबादी, नज़ीर अकबराबादी, वली औरंगाबादी, अमजद हैदराबादी. കിസ് കി ഷായരി ഏത് കവിയുടെ കവിതകളിലാണ് ആഘോഷങ്ങളെക്കുറിച്ചും മഴയെക്കുറിച്ചും മേളകളെക്കുറിച്ചുമൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഉത്തരം വരുന്നത് നസീർ അക്ബറാബാദി. ഉറുദു ക പഹല അവാമി ഷായറാണ് നസീർ അക്ബറാബാദി. 81, उनमें एक दक्कनी अदब में से नहीं? गुलशन इश्क, कुतुब मुश्तरी, कदम राव, पदम राव, गुलजार नसीम. उनमें से एक दक्कनी अदब में से नहीं. ദക്കനി അദബിൽ, ദക്കനിൽ വെച്ച് എഴുതിയതല്ലാത്ത, ദക്കനിൽ പെടാത്ത മസ്നവി ഏതാണെന്നാണ് ചോദ്യം. ഗുൽഷൻ ഇഷ്ക്, കുത്തുബ് മുഷ്തരി, കദം റാവു, പദം റാവു. പറയാം ഗുൽഷൻ ഇഷ്ക്, കുത്തുബ് മുഷ്തരി, കദം റാവു, പദം റാവു ഇതൊക്കെ ദക്കനിൽ വെച്ച് എഴുതിയതാണ്. അതിൽ വരാത്തത് ഗുൽസാർ നസീമാണ്. ദിയാശങ്കർ നസീമിൻ്റെ ഗുൽസാർ നസീമാണ് ഉത്തരം. കോൺസ ലഫ്സ് മുസക്കർ ഹെ? താഴെ തന്നിട്ടുള്ളതിൽ മുസക്കർ ഏതാണ്, പുല്ലിംഗ വചനം ഏതാണ്? റോട്ടി, സബ്സി, പാനി, മച്ചലി. ഉത്തരം വരുന്നത് പാനി. പാനി മുസക്കറാണ്. റോട്ടി, സബ്സി, മച്ചലി ഇതൊക്കെ മുഅന്നസാണ്, സ്ത്രീലിംഗാണ്. 83, वादी नजद में वो शोर सलासिल ना रहा, कैसे दीवान नज़ारा महमल ना रहा. इस शेर में
कौन सी सिनअत मौजूद है? वादी नजद में वो शौर सलासिल ना रहा, क़ैस दीवान नज़ारा वो महमल ना रहा। इस शेर में कौन सी सिनअत मौजूद है? ऑप्शंस ए तशबीह, बी तलमीह, सी इस्तियारा, ഡി മജാസ് മുർസൽ. ശ്രദ്ധിക്കാം. സിന്നത്ത് എന്ന് പറഞ്ഞാൽ കവിതയിൽ ഉപയോഗിക്കുന്ന ഉപമകളും അലങ്കാരങ്ങളും ഒക്കെ വരുന്ന ഇതാണ് സിന്നത്ത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സിന്നത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. എല്ലാ സിന്നത്തുകളും അറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. തഷ്ബീഹ് നമുക്കറിയാം, ഒന്നിനെ മറ്റൊന്ന് കൊണ്ട് ഉപമിക്കുന്നതാണ് തഷ്ബീഹ്. മറ്റൊന്നാണ് തൽമീഹ്. തൽമീഹ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്തമായ കഥകൾ, അലിഫ് ലൈല പോലെയുള്ള കഥകളിലേക്ക് അത്രയും പ്രശസ്തമായ കഥകളിലെയോ ചരിത്ര സംഭവങ്ങളിലെയൊക്കെ ചില പദങ്ങൾ കവിതയിൽ ഉപയോഗിക്കും. ആ പദം കാണുന്നതോടുകൂടി നമുക്ക് ആ ചരിത്രം അല്ലെങ്കിൽ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് വരും. അത്തരം പദങ്ങൾ കവിതയിൽ കൊണ്ടുവരുന്നതിനെയാണ് തൽമീഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്കറിയാം, വാദ്യ നജ്ദമേഷ് വോ ഷോർ സലാസിൽ നാരഹ, ഖൈസ് ദീവാന നസാര മഹമ്മൽ നാരഹ. ഇതിൽ നമുക്കറിയാം ഖൈസ് എന്ന് പറയുന്നത് ഖൈസും മജ്നൂനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഖൈസ് എന്നുള്ളത് ഒരു കഥയിലെ വാചകമാണ്. അപ്പോൾ അതാണ് അവിടെ വരുന്നത്, ഉത്തരം വരുന്നത് തൽമീഹാണ്, ഖൈസ് എന്നുള്ളത്. അപ്പോൾ സിന്നത്ത് തൽമീഹാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 54 ഇഖ്ബാൽ കി നസം ഷിക്വ കിസ് മജ്മുഅ മേ ഷാമിൽ ഹെ? അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഷിക്വ ഏത് സമാഹാരത്തിലുള്ളതാണ്? ബാലെ ജിബ്രീൽ, ഭാഗ്യദറ, സർബെ കലീം, അർമവന ഇജാസ്. ഇഖ്ബാലിൻ്റെ കാവ്യസമാഹാരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഖ്ബാലിൻ്റെ കാവ്യസമാഹാരങ്ങളുടെ പേര് പഠിക്കണം. അപ്പോൾ ബാലെ ജിബ്രീൽ, ഭാഗ്യദറ, സർബെ കലീം, അർമവന ഇജാസ് ഇത് നാലും അല്ലാമ ഇഖ്ബാലിൻ്റെ മജ്മുഅകളാണ്. ഇതിൽ ഷിക്വ, ജവാബെ ഷിക്വ, അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തമായ സാരെ ജഹം സച്ച ഉള്ള തരാനെ, ഹിന്ദി, ഹിമാല ഇതൊക്കെ വരുന്നത് ഭാഗ്യദറയിലാണ്. ഉത്തരം ബി ഭാഗ്യദറ. ഉറുദു ജബാൻ കാ ആഗാസ് സിന്ധ് മേ ഹുവ യെ കിസ്കാ നസരിയ ഹെ? ഉറുദു ഭാഷയുടെ ജനനം സിന്ധിലാണെന്ന വീക്ഷണം മുന്നോട്ട് വെച്ചത് ഇത് ആരുടെ സിദ്ധാന്തമാണ്? സയ്യിദ് സുലൈമാൻ നദ്വി, മുഹമ്മദ് ഹുസൈൻ ആസാദ്, മഹ്മൂദ് ഷെറാനി, മസൂദ് ഹുസൈൻ ഖാൻ. അപ്പം ഉറുദു ഭാഷ ജനിച്ചത് സിന്ധിലാണെന്ന് അഭിപ്രായപ്പെട്ടത് സയ്യിദ് സുലൈമാൻ നദ്വിയാണ്. മുഹമ്മദ് ഹുസൈൻ ആസാദിൻ്റെ നസരിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഉറുദു ബ്രിജ് ഭാഷാസെ നിക്കലി, ബ്രിജ് ഭാഷയിൽ നിന്നാണ് ഉറുദു ജനിച്ചതെന്നാണ് മുഹമ്മദ് ഹുസൈൻ ആസാദിൻ്റെ നസരിയ. അപ്പോൾ ഈ എല്ലാ നസരിയകളും പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. മഹ്മൂദ് ഷെറാനി പറഞ്ഞത് പഞ്ചാബ് ഉറുദു, പഞ്ചാബിലാണ് ഉറുദു ജനിച്ചത് എന്നാണ് മഹ്മൂദ് ഷെറാനിയുടെ നസരിയ. മസൂദ് ഹുസൈൻ ഖാൻ്റെ നസരിയാണ് ഏറ്റവും സ്വീകാര്യമായ, കൂടുതൽ പ്രബലമായ അഭിപ്രായം മസൂദ് ഹുസൈൻ ഖാൻ്റെ നസരിയാണ്. അദ്ദേഹം പറഞ്ഞത് ദില്ലി ഔർ നവാഹെ ദില്ലി, ഡൽഹിയും ഡൽഹിയുടെ പ്രാന്തപ്രദേശവുമാണ് ഉറുദുവിൻ്റെ ജന്മസ്ഥലം എന്നാണ് മസൂദ് ഹുസൈൻ ഖാൻ്റെ നസരിയ. അതാണ് കൂടുതൽ പ്രശസ്തമായതും അംഗീകരിക്കപ്പെട്ടതുമായ നസരിയ. അടുത്ത ചോദ്യം, ഉന്മേ ജ്ഞാൻപീഠ് യാഫ്ത അദീബ് കോൻ ഹെ? താഴെ തന്നതിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ സാഹിത്യകാരനാരാണ്? ഖുറത്തുൽ ഐൻ ഹൈദർ, ഖദീജ മസ്തൂർ, അസ്മത് ചവത്തായി. ഒരു ഓപ്ഷൻ അതിൽ വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ ഉത്തരം വരുന്നത് ജ്ഞാൻപീഠ അവാർഡ് നേടിയത് ഖുറത്തുൽ ഐൻ ഹൈദറാണ്. ഖുറത്തുൽ ഐൻ ഹൈദറാണ് ജ്ഞാൻപീഠ അവാർഡ് നേടിയ ഉറുദു സാഹിത്യകാരി. ചിലപ്പോൾ ഇതിൽ ഉറുദു മേ ജ്ഞാൻപീഠ അവാർഡ് യാഫ്ത ഖാത്തൂൻ വനിത ആരാണെന്നും ചോദിക്കാം. അപ്പോൾ ഈ ഉത്തരം വരുന്നത് ഖുറത്തുൽ ഐൻ ഹൈദറാണ്. ഉറുദുവിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ ആളുകളുടെ പേരുകളും രണ്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആദ്യമായിട്ട് ഉറുദുവിൽ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് നമ്മുടെ ഫിറാഖ് ഗോറഖ്പുരിയാണ്. 1969 അദ്ദേഹത്തിൻ്റെ ഗുലേ നഗ്മ എന്ന കൃതിക്കാണ് ജ്ഞാൻപീഠ അവാർഡ് കിട്ടിയത്. പിന്നീട് രണ്ടാമത് കിട്ടിയത് 1989 ഖുറത്തുൽ ഐൻ ഹൈദറിനാണ്. അവരുടെ ആഖിരി ഷബ്കെ ഹംസഫറിനാണ് കിട്ടിയിട്ടുള്ളത്. 1997 കിട്ടിയത് അലി സർദാർ ജാഫരി, 2008 ഷഹരിയാർ, 2023 ഗുൽസാർ. ഈ 5 പേർക്കാണ് ഉറുദുവിൽ ജ്ഞാൻപീഠ അവാർഡ് ലഭിച്ചത്. 87ാമത്തെ ചോദ്യം, അഫ്സാന കഫൻ കാ കിർദാർ ഹെ? മുൻഷി പ്രേംചന്ദിൻ്റെ മാസ്റ്റർ പീസ് അഫ്സാനയാണ് കഫൻ. അതിലെ കഥാപാത്രമാണ് ഏതാണെന്നാണ് ചോദ്യം. ഭഗത്, ഗേസു, ഓരി, ഗോഹർ. ഇതിൽ ഗേസു മാധവ് ഇതാണ് കഫനിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പോൾ ഉത്തരം വരുന്നത് ബി ഗേസു. 88ാമത്തെ ചോദ്യം, അൽത്താഫ് ഹുസൈൻ ഹാലിനെ കിസ്കി ഫർമായിഷ് പർ മുസദ്ദിസ് മദ്വജത്തുൽ ഇസ്ലാം ലിഖ? അൽത്താഫ് ഹുസൈൻ ഹാലി തൻ്റെ മുസദ്ദിസ് മദ്വജത്തുൽ ഇസ്ലാം എഴുതിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാലിബ്, ഷിബിലിയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഗാലിബ്, ഷിബിലി, സർ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ആസാദ്. ഉത്തരം വരുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മുസദ്ദിസ് മദ്വജത്തുൽ ഇസ്ലാം എഴുതിയത്. 89ാമത്തെ ചോദ്യം, കിസ് ഷായിർ കെ ആനെ സെ ഷിമാൽ മേ ഉറുദു ഷായരി മാലാമാൽ ഹോ ഗയി? ഏത് കവിയുടെ വരവോടെയാണ് വടക്കേ ഇന്ത്യയിൽ ഉറുദു സാഹിത്യം വളരെ സമ്പുഷ്ടമായത്, അവിടെ ഉറുദു ഷായരി വളർന്നതെന്നാണ് ചോദ്യം. ഗാലിബ്, വലി, മീർ. ഉത്തരം വരുന്നത് വലി ദക്കനിയാണ്. വലി ദക്കനി ദക്കനിൽ നിന്നും ഷിമാലി ഹിന്ദിലേക്ക് വന്നതോടെയാണ് ഷിമാലി ഹിന്ദിലെ ഫാർസി കവികളൊക്കെ ഉറുദുവിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ജോഷ് കി തസ്നീഫ് യാദോം കി ബാരാത്ത് കിസ് നവായത് കി ഹെ?
ജോഷ് മലിഹാബാദിയുടെ യാദോം കി ബാരാത്ത് എന്ന കൃതി ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഷായിരി, മസാഹിയ, ഹാക്ക, ആപ്പബീത്തി. ഉത്തരം വരുന്നത് ആപ്പബീത്തിയാണ്. ഹുദനവിത്ത് സവാനി എന്നും പറയും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് യാദോം കി ബാരാത്ത്. 91 ഉറുദു കിസ് ജബാൻ കാ ലഫ്സ് ഹെ? അറബി, ഫാർസി, തുർക്കി, ഹിന്ദി. ഉറുദു തുർക്കി ജബാൻ കാ ലഫ്സ് ഹെ. ഓപ്ഷൻ സി ആണ് ശരി. 92 ഇൻമേൻ സെ ഏക് അനാസിർ ഹംസ മെ ഷാമിൽ ഹി? ഉറുദുവിലെ ഖനാസിർ ഹംസയിൽ ഉൾപ്പെടാത്ത ആളുകൾ ആരാണ്? മൗലവി അബ്ദുൽ ഹക്ക്, ഷിബ്ലി നൊമാനി, ഡെപ്റ്റി നസീർ അഹമ്മദ്, അൽതാഫ് ഹുസൈൻ ഹാലി. അപ്പോൾ ഇതിൽ അനാസിർ ഹംസയിൽ ഉൾപ്പെടാത്ത വ്യക്തി മൗലവി അബ്ദുൽ ഹക്കാണ്. അദ്ദേഹം അനാസിർ ഹംസയിൽ ഉൾപ്പെട്ട വ്യക്തിയല്ല. കറിയ ബാബായ ഉറുദു എന്ന പേരിലാണ് മൗലവി അബ്ദുൽ ഹക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അനാസിർ ഹംസയിൽ ഉൾപ്പെടാത്ത വ്യക്തി മൗലവി അബ്ദുൽ ഹക്ക്. സഹി ജോഡ് കോൺസിയ? ശരിയായ ജോഡി തിരഞ്ഞെടുത്തതാണ്? ദാറുൽ മുസന്നിഫീൻ മൗലാന ഷിബ്ലി നൊമാനി, അഞ്ജുമൻ പഞ്ചാബ് അബ്ദുൽ ഹക്ക്, സയൻറ്റിഫിക് സൊസൈറ്റി മുഹമ്മദ് ഹുസൈൻ ആസാദ്, അഞ്ജുമൻ തർക്കി ഉറുദു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇതിലേതാണ് ശരിയായതെന്നാണ്? സഹി ജോഡ് കോൺസിയ. കറിയ ദാറുൽ മുസന്നിഫീൻ മൗലാന ഷിബ്ലി നൊമാനിയാണ്. അഞ്ജുമൻ പഞ്ചാബ് നമ്മൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് ഹുസൈൻ ആസാദാണ് അഞ്ജുമൻ പഞ്ചാബ് ലാഹോർ സ്ഥാപിച്ചത്. സയൻറ്റിഫിക് സൊസൈറ്റി നമുക്കറിയാം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത്. അഞ്ജുമൻ തർക്കി ഉറുദു മൗലവി അബ്ദുൽ ഹക്കാണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ദാറുൽ മുസന്നിഫീൻ, അത് മൗലാന ഷിബിലി, അതാണ് അതിൽ ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻസ് തന്നത് തെറ്റാണ്. 94 മുഖദ്ദമ ഷേർ വ ഷായിരി കിസ് കിസം കി തസ്നീഫ്? അൽതാഫ് ഹുസൈൻ ഹാലിയുടെ മുഖദ്ദമ ഷേർ വ ഷായിരി ഏത് ഇനത്തിൽപ്പെട്ട കൃതിയാണ്? ഷായിരി, താരീഖ്, തൻഖീദ്, ഖാനൂൻ. ഉത്തരം വരുന്നത് തൻഖീദാണ്. പൊതുവിലെ ആദ്യത്തെ നിരൂപണ ഗ്രന്ഥമാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ മുഖദ്ദമ ഷേർ വ ഷായിരി. 95 അലി സർദാർ ജാഫരി കാ മജ്മുഅ കലാം? നേരത്തെ നമ്മൾ പറഞ്ഞു ഉറുദുവിലെ ഗ്യാൻപീഠ അവാർഡ് യാഫ്ത ഷായറാണ് അലി സർദാർ ജാഫരി. അദ്ദേഹത്തിൻ്റെ മജ്മുഅ കലാം ഏതാണ്? അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരം ഏതാണ്? ജർബെ കലീം, ആതിശെ ഗുൽ, ജിന്ദാ നാമ, യേക് ഖ്വാബ് ഔർ. ജർബെ കലീം നമുക്കറിയാം അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെതാണ്. ആതിശെ ഗുൽ ജിഗർ മുറാദാബാദിയുടേതാണ്. ജിന്ദാ നാമ അത് ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെതാണ്. യേക് ഖ്വാബ് ഔർ ഇത് അലി സർദാർ ജാഫരിയുടേതാണ്. ഉത്തരം വരുന്നത് യേക് ഖ്വാബ് ഔർ. 96 ഇൻ ഷോറാമെ ഏക് ഫിൽമി ഗീതകാർ ഹെ? താഴെ തന്നിട്ടുള്ളതിൽ ഒരാൾ ഫിൽമി ഗീതകാരാണ്. സുറവർ ജഹാനാബാദി, തലക് ചന്ദ് മഹറൂം, മജ്റൂഹ് സുൽത്താൻപുരി. ഉത്തരം വരുന്നത് മജ്റൂഹ് സുൽത്താൻപുരി, അദ്ദേഹം ഫിൽമി ഗീതകാരാണ്. ഓക്കെ, ശുക്രിയ.